കെസിയ മോളുടെ 3ാം ക്ലാസ്സിലെ വെജിറ്റബിൾ പ്രിൻറ്റിംഗ് എന്ന പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കളറ്, അതേപോലെ വെജിറ്റബിൾസ് മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പല വെജിറ്റബിൾസ് ഉണ്ട്. വെണ്ടയ്ക്ക ഇതേപോലെ മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇത് അമരയ്ക്ക, അമരയ്ക്ക മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ചെറിയ ഇലയുടെ ഷേപ്പ് വരുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് സൈഡിൽ മുറിച്ച് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇതാ ത്രികോണ ഷേപ്പിൽ ഒക്കെ ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട്. ചതുരം, ഇത് മുളക് എല്ലാം മുറിച്ച് എടുത്തിട്ടുണ്ട്. പാവയ്ക്ക ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പേപ്പർ എടുത്ത് അതിന് ചുറ്റും ബോർഡർ വരച്ചെടുക്കുക. ഇതാ വെണ്ടയ്ക്ക എടുത്ത് അതിനകത്ത് പെയിൻറ്റ് തൂത്ത് ഇതേപോലെ പേപ്പറിനകത്ത് പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ പൂ ഷേപ്പിലേക്ക് മാറിയിട്ടില്ലേ. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിനോട് ചേർന്ന് തന്നെ അടുത്ത ഒരു പൂ പോലെ ആക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് അപ്പുറത്തും ഇപ്പുറത്തും 3 പൂവ് ചേർന്നിട്ടുള്ള ഒരു കൂട്ടം ആയിട്ട് ഇങ്ങനെ പലയിടത്തായിട്ട് പ്രിൻ്റ് ചെയ്തെടുത്തു. ഇനി പാവയ്ക്ക എടുത്ത് അതിനകത്ത് കളറ് ചെയ്തിട്ട് അത് പേപ്പറിലേക്ക് പതിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ഇല പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അമരയ്ക്ക എടുത്ത് അതിൻ്റെ സൈഡിൽ പെയിൻറ്റ് തൂത്ത് പച്ച നിറത്തിലുള്ള പെയിൻറ്റ് തൂത്ത് ഇങ്ങനെ ഒട്ടിക്കാം. ഇവർ രണ്ടുപേരും കെസിയയും അക്സമോളും ഇതാണ്ട് വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. അതേപോലെ എല്ലാ പൂവിനും നമ്മൾ ഒരു ഇലകൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് എടുത്ത് അതിൽ പെയിൻറ്റ് ചേർത്ത് തേച്ച് അവിടെ എവിടെയായിട്ട് പൂ പോലെ വയ്ക്കാൻ നോക്കി. ഇത് ക്യാരറ്റ് റൗണ്ടിൽ മുറിച്ചതാണ്. ഇതും ഞാൻ പെയിൻ്റ് അടിച്ച് അതിൻ്റെ പേപ്പറിൻ്റെ സൈഡിൽ ഇതേപോലെ പ്രസ് ചെയ്ത് 3 എണ്ണം അടുപ്പിച്ച് ഒരു ചെറിയ പൂ പോലെ വന്നിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഇല പോലെ വെട്ടിയെടുത്തതിനകത്ത് പച്ച പെയിൻ്റ് അടിച്ച് ഇലയായിട്ട് നമുക്ക് പതിപ്പിക്കാം. നമ്മുടെ വെജിറ്റബിൾ പ്രിൻറ്റിങ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് പൂക്കളും ഇലകളും ചേർന്നിട്ടുള്ള ഒരു വെജിറ്റബിൾ പ്രിൻ്റ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ.